ഹലോ, ഇന്ന് നമുക്കൊരു ആർട്ടിഫിഷ്യൽ അത്തപ്പൂക്കളം ഉണ്ടാക്കിയാലോ? ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ ഒരു ട്രെൻഡ് കണ്ടാലോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് കണ്ടാലോ അതൊന്ന് പരീക്ഷിച്ച് നോക്കാതിരിക്കത്തൊന്നുമില്ല. ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാനും. അപ്പോൾ അത്തരത്തിൽ ഒരു ഹിന്ദി റീല് കണ്ടിട്ട് അതെനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, ആ മെറ്റീരിയലിൻ്റെ പേരെന്താണ്, അത് എവിടുന്ന് വാങ്ങും, അങ്ങനെയൊക്കെയുള്ളൊരു സംശയത്തിന് അവസാനമായിട്ട് ഞാനിതെല്ലാം കണ്ടെത്തി എൻ്റെ ആ ഒരു പരീക്ഷണത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ആർട്ടിഫിഷ്യൽ അത്തപ്പൂക്കളം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വരയിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ അത്തപ്പൂക്കളം കാണണ്ടേ. നമ്മൾ എത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ട് ഒരു വസ്തു ഉണ്ടാക്കിയാലും പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തു വെച്ച് ഉണ്ടാക്കുന്ന അത്രയും വരത്തില്ല. അതായത് നമ്മളുടെ റിയൽ ആയിട്ടുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മളൊരു സമയം കണ്ട് നമ്മുടേതായ ഒരു ഡിസൈനിൽ അത്തപ്പൂക്കളം ഇടുന്ന അത്രയും വരത്തില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു കാലത്ത് പൂക്കളം ഇടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരും അതുപോലെ തന്നെ പൂക്കൾ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കി സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാനും മറക്കരുത്. ഇത് വാഷ് ചെയ്യാവുന്ന ഒരു ഐറ്റം അല്ല, ഒരു ഡ്രൈ വാഷ് ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈൻ വേണേലും ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ.